ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് ഗ്രന്ഥശാല സംഘം ലൈബ്രറികളിലെ സെക്രട്ടറി, ലൈബ്രറിയൻ തസ്തികയിലുള്ളവർക്ക് ഇൻഷുറൻസ് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം വിളിച്ച് ഗതാഗത മന്ത്രി. ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കം. മാനവികതയ്ക്ക് നിർവചനം നൽകിയ മഹാചൈതന്യമാണ് ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. മുതിർന്ന നടിമാരെ ആദരിക്കാനൊരുങ്ങി കേരള രാജ്യാന്തര ചലച്ചിത്രമേള. വിവിധ വിഭാഗങ്ങളിലായി ഇന്ന് 67 ചിത്രങ്ങൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് ജയം. ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ത്രിദിന സമ്മേളനത്തിന്റെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി ഇപ്പോൾ അധ്യക്ഷത വഹിക്കുകയാണ്. അതിവേഗ വളർച്ചയും വികസനവും കൈവരിക്കുന്നതിനായി സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനവും പങ്കാളിത്തവും ഉറപ്പാക്കുക എന്നിവ സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വികസിത രാജ്യമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനും പട്ടേലിന്റെ പ്രവർത്തനങ്ങൾ പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഫെഡറലിസത്തിന് വിരുദ്ധമെന്ന ആരോപണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് പുതിയ കാര്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലാണ് രാജ്യത്ത് ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 15,000 പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് വിദ്യാനഗർ ഉദയഗിരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ന് ജില്ലയിലെ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2-ന് ഗേറ്റ്വേ ബേക്കൽ റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം വൈകിട്ട് 3:30-ന് കാറ്റാടിയിലും 4:30-ന് ചീമേനിയിലും പൊതുപരിപാടികളിലും പങ്കെടുക്കും. സംസ്ഥാനത്ത് തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേരുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകലിൽ കാറും മിനി ബസും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങൾ ലൈൻ ലംഘിക്കുന്നത് അപകട കാരണമാകാറുണ്ടെന്നും സ്വിഫ്റ്റ് ബസ് ഡ്രൈവർമാർക്കുൾപ്പെടെ കൃത്യമായ പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ കോന്നി മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, മകൻ നിഖിൽ, നിഖിലിന്റെ ഭാര്യ അനു, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇന്ന് പുലർച്ചെ 4:00 പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ മുറിഞ്ഞകലിലാണ് അപകടം നടന്നത്. വിദേശത്ത് യാത്ര പോയി തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയവരെ വീട്ടിലേക്ക് കുടുംബാംഗങ്ങൾ കൂട്ടിക്കൊണ്ടു വരുന്നതിനിടയിലാണ് അപകടം. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പഭക്തർ സഞ്ചരിച്ച ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ബസ് യാത്രക്കാർക്കും നിസ്സാര പരിക്കുകളുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും അമൂല്യഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനവികതയ്ക്ക് നിർവചനം നൽകിയ മഹാചൈതന്യമാണ് ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. വർക്കലയിൽ ശിവഗിരി തീർത്ഥാടന കാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമകാലിക സാഹചര്യത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രാധാന്യം വലുതാണെന്നും ശ്രീ കടന്നപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇതോടെ 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തെ വിളംബരം ചെയ്യുന്ന തീർത്ഥാടന കാലത്തിന് ശിവഗിരിയിൽ തുടക്കമായി. ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറാണ് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3ാം ദിനമായ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുന്നത് 67 ചിത്രങ്ങൾ. മുതിർന്ന ചലച്ചിത്ര നടിമാർക്ക് ആദരമർപ്പിക്കുന്ന മറക്കില്ലൊരിക്കലും പരിപാടി ഇന്ന് നിശാഗന്ധിയിൽ നടക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെയും സിനിമാ ആസ്വാദകരുടെയും മികച്ച പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമാവുകയാണ്. IFFKയിൽ നിന്ന് കണ്ട സിനിമകൾ തന്റെ അഭിനയ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നടൻ കണ്ണൻ നായർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
ശരിക്കും IFFK വഴി ഒരു സിനിമാക്കാരനായ ഒരാളെന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ നിന്ന് സിനിമ പഠിച്ചതിനേക്കാളും കൂടുതൽ IFFKയിൽ കണ്ടു തന്നെയാണ് സിനിമ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഗുണം ഈ പറയുന്ന പോലെ എന്റെ അഭിനയ ജീവിതത്തിലും നാടക ജീവിതത്തിലും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യവും നല്ല സിനിമകളുണ്ട്. നല്ല സിനിമകൾക്ക് വേണ്ടി ലുക്കിംഗ് ഫോർവേഡ് ആണ്. ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് ലിൻഡ എന്ന് പറയുന്ന പടമാണ്. ഇനിയും ഒരുപാട് സിനിമകൾ കാണാനുണ്ട്. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയ പഴയകാല നടിമാർ നടൻ മധുവിനെ സന്ദർശിച്ചു. ഭവാനി, ശോഭ, KR വിജയ, ഉഷാകുമാരി, രാജശ്രീ, വഞ്ചിയൂർ രാധ തുടങ്ങിയ താരങ്ങളും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുമാണ് കണ്ണമൂലയിലെ നടന്റെ വീട്ടിലെത്തിയത്. എല്ലാവരെയും കാണാനായതിൽ സന്തോഷമെന്ന് ശ്രീ മധു പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ 3ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ഇന്ന് പാലക്കാട് കണ്ണനൂരിൽ നിർവഹിക്കും. ജലസ്രോതസ്സുകളും നീർച്ചാലുകളും വീണ്ടെടുക്കുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. 2 ഘട്ടങ്ങളിലായി ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്തെ 24,741 നീർച്ചാലുകളാണ് പുനരുജ്ജീവിപ്പിച്ചത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കേരളത്തിന് ജയം. കരുത്തരായ ഗോവയെ 4-3 പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. ഒപ്പത്തിനൊപ്പം പൊരുതിയ ഗോവയെ മറികടന്ന കേരളത്തിന് ലഭിച്ചത് നിർണായക ജയം. അജ്സൽ, മുഹമ്മദ് റിയാസ്, നസീബ്, ക്രിസ്റ്റി ഡേവിസ് എന്നിവരുടെ മുന്നേറ്റങ്ങൾ ഗോവൻ പ്രതിരോധത്തെ പിച്ച് ചീന്തിയപ്പോൾ കേരളം തുടർച്ചയായി വല ചലിപ്പിച്ചു. ആദ്യം ലീഡ് നേടി കളി വരുതിയിലാക്കാൻ ഗോവൻ നിര നടത്തിയ നീക്കത്തിന്റെ മുനയൊടിച്ച് 4-1 കേരളം മുന്നിലെത്തിയെങ്കിലും 2ാം പകുതിയിൽ ഗോവ ശക്തമായി തിരിച്ചടിച്ചതോടെ 2 ഗോളുകൾ കൂടി കേരളത്തിന്റെ വലയിലെത്തി. പക്ഷേ തോൽവി ഒഴിവാക്കാനുള്ള ഗോവൻ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. ഈ വിജയത്തോടെ ക്വാർട്ടറിലേക്കുള്ള വഴിയിൽ കേരളത്തിന് പ്രതീക്ഷ വർദ്ധിച്ചു. ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ. ഇന്നലെ കളി മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറും പരിസരങ്ങളും ഒരുങ്ങി. റിസോർട്ടുകളിലെയും ഹോട്ടലുകളിലെയും ബുക്കിംഗുകൾ ഉയർന്നതിനാൽ സീസൺ തിരക്കേറിയതാകുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖല. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ ക്രിസ്തുമസ് പുതുവത്സര സീസണായപ്പോൾ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ മാസം 20 മുതൽ ജനുവരി ആദ്യവാരം വരെ മിക്ക ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയും മുറികൾ ഇതിനോടകം സഞ്ചാരികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ക്രിസ്തുമസ് പുതുവത്സര രാവുകളിൽ ബുഫേ ഡിന്നറുകളും DJ ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികളുമായി ഹോട്ടലുകളും റിസോർട്ടുകളും സജീവമാണ്. സീസൺ തിരക്കേറിയതാകുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖലയിലെ വ്യാപാരികളും തൊഴിലാളികളും. കാക്കനാട് കിൻഫ്ര എക്സിബിഷൻ സെന്ററിനോട് ചേർന്ന് കൺവെൻഷൻ സെന്റർ 2025 ജനുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി P. രാജീവ് അറിയിച്ചു. കിൻഫ്ര എക്സിബിഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഇന്ത്യ അന്താരാഷ്ട്ര വ്യാവസായിക പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി. കൊച്ചി നേവി മാരത്തോൺ ഇന്ന് രാവിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ സാഗരിക ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനലിൽ നിന്ന് ആരംഭിച്ചു. 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. ദക്ഷിണമേഖല നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ കഥകളി വേഷത്തിനുള്ള നാട്യഭാരതി പുരസ്കാരം സദനം ഭാസിക്ക്. കഥകളി സാഹിത്യത്തിനുള്ള അയിരൂർ രാമൻപിള്ള പുരസ്കാരം പള്ളിപ്പുറം ഉണ്ണികൃഷ്ണൻ, കഥകളി സംഗീതത്തിനുള്ള അയിരൂർ സദാശിവൻ പുരസ്കാരം കലാമണ്ഡലം വിഷ്ണു, സമഗ്ര സംഭാവനയ്ക്കുള്ള ഡോക്ടർ KN വിശ്വനാഥൻ നായർ പുരസ്കാരം കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ, നിരൂപണ സാഹിത്യത്തിനുള്ള പ്രൊഫസർ S. ഗുപ്തൻ നായർ പുരസ്കാരം ഡോക്ടർ മീന T. പിള്ള എന്നിവർ നേടി. മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരും വഖഫ് ബോർഡും തീരുമാനിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. വിഷയം പരിഹരിക്കാതെ പരമാവധി വൈകിപ്പിക്കുകയെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് ഗ്രന്ഥശാല സംഘം ലൈബ്രറികളിലെ സെക്രട്ടറി, ലൈബ്രറിയൻ തസ്തികയിലുള്ളവർക്ക് ഇൻഷുറൻസ് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം വിളിച്ച് ഗതാഗത മന്ത്രി. ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കം. മാനവികതയ്ക്ക് നിർവചനം നൽകിയ മഹാചൈതന്യമാണ് ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. മുതിർന്ന നടിമാരെ ആദരിക്കാനൊരുങ്ങി കേരള രാജ്യാന്തര ചലച്ചിത്രമേള. വിവിധ വിഭാഗങ്ങളിലായി ഇന്ന് 67 ചിത്രങ്ങൾ.
സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് ജയം. ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.